അപ്പോളേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലേ ഇത്രയും ദിവസം ഒരു 6-7 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. മഴ മാറി മാനം തെളിഞ്ഞിട്ടുണ്ട്, എന്നാലും വെയിലൊന്നുമില്ല കേട്ടോ. മുറ്റത്ത് വെള്ളമെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോഴേ ചെക്കന്മാർക്കൊരു പൂതി. ഇതുണ്ടോ റിസപ്ഷൻ്റെ സൈഡിലേക്കണ കാടം കൊണ്ട് പറിക്കാമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മക്കളെന്ന് ഞാനും. നമ്മൾ മേൽനോട്ടം മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ പരിപാടി അതാണല്ലോ, മേൽനോട്ടം മാത്രം. വെള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് ആളായി നിന്നിട്ട് പിള്ളേരും കൊണ്ട് പണിയിപ്പിക്കാന്ന് കമന്റ് പറയരുതിട്ട. ബയ്യ അവിടെ നിന്നോ, ഞങ്ങൾ പറിച്ചോളാന്ന് പറഞ്ഞിട്ടാട്ടോ. ജോസ് അവിടെ നിന്നിട്ട് പറഞ്ഞു കേട്ടോ, അതിനകത്തൊരു മലയാളിയും കൂടി ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ എല്ലാവരും ഹിന്ദിക്കാരാന്നാവും വിചാരിക്കുന്ന. ജോസേ ഒന്ന് കൈയൊക്കെ കാണിച്ചേ. ഋത്തിക് ഹായ് ബോലോ. രാകേഷ് ആ ഗുഡ് ജോബ്. അങ്ങനെ ഓരോ സൈഡിൽ കൂടെ ഓരോന്നായിട്ട് ഓരോരോ പണികളായിട്ട് രാകേഷും ഋത്തിക്കും ജോസും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ചാറ്റമഴ വന്നപ്പോഴേ ഞാൻ ചാടി അകത്ത് കയറി. മഴ നനയാൻ പറ്റില്ലോ എന്നോർത്ത്, വേറൊന്നും ആയിട്ടല്ല കേട്ടോ. കുറേ നാളുകളായിട്ട് മഴ ചെയ്തുകൊണ്ടിരുന്ന കാരണേ അലക്കിയിട്ടായിരുന്ന തുണികളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇട്ടേക്കണത് വീണ്ടും ഒന്നുകൂടെ നനച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നനഞ്ഞ് തേച്ചിട്ടുണ്ട് നടക്കേണ്ട വരുമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ, വേറൊന്നും ആയിട്ടല്ല. അപ്പോൾ അങ്ങനെ പിള്ളേരങ്ങനെ ഓരോരോ കാര്യങ്ങളും അവിടെ നിന്ന് വട്ടം കൂടി വർത്താനൊക്കെ പറഞ്ഞ് പയ്യ അവിടെ നിന്ന് കാടും പറലൊക്കെ എത്തിപ്പറിച്ചു, വെട്ടിക്കളഞ്ഞു. അവരകത്ത് കയറിയതും മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. മൂന്നാറിലെ അവസ്ഥ ഇതാന്നേ, ഒന്ന് കൊതിപ്പിക്കും, അപ്പം തന്നെ ദേ കിടക്കണം വീണ്ടും മഴ. കുറേ ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ പിന്നെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരുന്നേ, നിങ്ങൾ കണ്ടുവന്ന് ഞാനൊന്നും അറിയണ്ടേ, അതുകൊണ്ടാ കേട്ടോ. അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിലേ കമൻറ്റായിട്ട് ഇട്ടേരാം കേട്ടോ. ഒരഭിപ്രായം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ, വെള്ള ടീഷർട്ട് ഇട്ട് ആളായിട്ട് നിൽക്കണുള്ളൂ എന്ന് പറയരുത്.